+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 1 സെറ്റ്സ് പാർട്ട് 5. കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്. എന്താണ് ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ്? ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ ഇല്ലാത്ത എല്ലാ എലമെൻറ്റും, ഉദാഹരണത്തിന് എയും ബിയും രണ്ട് സെറ്റാണ്. എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എയിൽ ഇല്ലാത്ത ബിയിലുള്ള എലമെൻറ്റ്സ് ആണ് എ കോംപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ബിയിൽ ഇല്ലാത്ത സെറ്റ് എയിൽ ഉള്ള എലമെൻറ്റ്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 20 നോക്കാം. ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 6 7 8 9 10. എ ഈക്വൽ 1 3 5 7 9. ഫൈൻഡ് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് യുവിലുള്ള എയിൽ ഇല്ലാത്തതായിട്ടുള്ള എലമെൻറ്റ്സ്, ഉദാഹരണത്തിന് 1 എയിലുമുണ്ട് യുയിലുമുണ്ട്. അപ്പോൾ 1 എടുക്കാൻ പറ്റത്തില്ല. എയിൽ 2 ഇല്ല, അതുകൊണ്ട് 2 വരും. 4 6 8 10. ഇതാണ് എ കോംപ്ലിമെൻറ്റ്. അടുത്ത് സം പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ് സെറ്റ്സ് നോക്കാം. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് യൂണിവേഴ്സൽ സെറ്റാണ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അടുത്ത് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് നൾ സെറ്റാണ്. എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ എ. നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ യൂണിവേഴ്സൽ സെറ്റും, യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ നൾ സെറ്റുമാണ് ലഭിക്കുക. ഇനി നമുക്ക് എക്സർസൈസ് 1.5 പോകാം. എക്സർസൈസ് 1.5 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കോംപ്ലിമെൻറ്റ് കാണാനാണ്. സിമ്പിളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ആൻസേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇവിടെ ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ ആദ്യം ബി മൈനസ് സി കണ്ടെത്തണം, എന്നിട്ട് ആ സെറ്റിൻ്റെ ഹോൾ കോംപ്ലിമെൻ്റ് എടുക്കണം. അതുപോലെ തന്നെ എ യൂണിയൻ ബിയുടെ ഹോൾ കോംപ്ലിമെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ ആദ്യം എ യൂണിയൻ ബി കണ്ടെത്തിയിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. എ കോംപ്ലിമെൻറ്റ് കാണാനാണ്. സിമ്പിളാണ്, നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ, മനസ്സിലാവും. ആൻസേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ചെയ്യുക. ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഇതിൽ നോക്കുക. അടുത്ത് നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. തേർഡിൽ നാലാമത്തെന്ന് പറയുമ്പോൾ പ്രൈം നമ്പറിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതാനാണ്. പ്രൈം നമ്പറിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാ പോസിറ്റീവ് കോമ്പോസിറ്റ് നമ്പറും വരും, അതോടൊപ്പം തന്നെ ഒന്നും വരും. ഇപ്പം 1 എന്ന് പറയുന്നത് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്. പക്ഷേ ഇവിടെ നാച്ചുറൽ നമ്പർ ആണ് യൂണിവേഴ്സൽ സെറ്റായിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രൈം നമ്പറിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതുമ്പോൾ നമ്മൾ ഒന്നിനെയും ഉൾപ്പെടുത്തണം. അതുകൊണ്ട് x = 1 എന്ന് കൊടുക്കണം. ബാക്കിയെല്ലാം വലിയ പ്രശ്നമില്ല. ഇനിയുള്ളതെല്ലാം സിമ്പിളാണ്. പിന്നെ ഇതിൽ ഈ 9th ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ആ ഒരു ഇക്വേഷൻ ചെയ്യണം. ഇക്വേഷൻ ചെയ്തിട്ട് വേണം അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുക. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്ത് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഫോർത്ത് ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. കോംപ്ലിമെൻ്റ് കാണാനല്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്യാനാണ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ഈക്വൽ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്. അപ്പോൾ അത് ചെയ്ത് ആദ്യം നമ്മൾ എ യൂണിയൻ ബി എടുക്കണം, അത് കഴിഞ്ഞ് അതിൻ്റെ കോംപ്ലിമെൻറ്റ്, അത് കഴിഞ്ഞ് എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കണം. പിന്നെ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യണം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നാലാമത്തെ സെറ്റിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. സിമ്പിളാണ്. ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുക, എന്നിട്ട് എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഹോൾ കോംപ്ലിമെൻറ്റ് എടുക്കുക, അടുത്ത് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് എടുക്കുക, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എടുക്കുക, രണ്ടും കമ്പയർ ചെയ്യുക, ഉത്തരം എഴുതുക.
ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രാ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഓരോന്നും ശ്രദ്ധിച്ച് വരയ്ക്കുക. ഇതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ടാണ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പ്രത്യേകം കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൽ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്, നിങ്ങൾ അത് വരയ്ക്കുമ്പോൾ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് അതിൻ്റെ ചിത്രം മാത്രം വരച്ചാലും മതി. എ യൂണിയൻ ബി അതിൻ്റെ വെൻ ഡയഗ്രാം വരയ്ക്കണമെന്നില്ല. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സിമ്പിളാണ്, നോക്കി വരച്ചാൽ മതി. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ആംഗിളെങ്കിലും 60 ഡിഗ്രി അല്ലാത്ത ട്രയാങ്കിൾസ്. അപ്പോൾ അതിൽ സ്കാലിയൻ ട്രയാങ്കിൾസും ഐസോസെലസ് ട്രയാങ്കിൾസ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഒക്കെ വരും. ഇതിൻ്റെയൊക്കെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇനി 3 സൈഡും 60 ഡിഗ്രി ആംഗിളുള്ള, അതായത് ഇക്വിലേറ്ററൽ ട്രയാങ്കിളാണ്. സെറ്റ് ഓഫ് ആൾ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ്. സെവന്ത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ സെറ്റ് എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് എയിൽ ഇല്ലാത്ത എലമെൻറ്റ്സ്. അപ്പം സെറ്റ് എ കോംപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ്. അതുപോലെ തന്നെ നൾ സെറ്റുമായിട്ട് മറ്റൊരു നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റാണ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ സെറ്റ് എ ഈക്വൽ സെറ്റ് എ തന്നെ കിട്ടും. മൂന്നാമത്തത് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് നൾ സെറ്റാണ്. കാരണം എയിലുള്ള എയിൽ ഉൾപ്പെടാത്ത എലമെൻറ്റ്സ് ആണ് എ കോംപ്ലിമെൻറ്റിൽ വരുന്നത്. അപ്പോൾ എയും എ കോംപ്ലിമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ നൾ സെറ്റ് വരും. അടുത്ത് യു കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ. യൂണിവേഴ്സൽ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ നൾ സെറ്റാണ്. നൾ സെറ്റ് ഇൻ്റർസെക്ഷൻ എ നൾ സെറ്റ് തന്നെ വരും. ഒരു സെറ്റും നൾ സെറ്റും തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുത്താൽ ആൻസർ നൾ സെറ്റാണ്. അപ്പോൾ സിമ്പിളാണ്. അപ്പം ചാപ്റ്റർ 1 ഇതോടുകൂടി അവസാനിക്കുന്നു. ഇനി ചാപ്റ്റർ 2വുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോ ചെയ്തോ അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടോ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.